എല്ലാവർക്കും നമസ്കാരം. അരി കുതിർക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിലും അരി അരച്ച് ദോശ ചുട്ടെടുക്കാൻ സമയമില്ലാത്തപ്പോഴും അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് 5-10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ട ഒരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും പത്രിക്കൊക്കെ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അരിപ്പൊടി എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പൊടിയുടെ 3 ഇരട്ടി വെള്ളമാണ് ഒഴിക്കുന്നത്. ആദ്യം 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 കപ്പ് സാധാ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷേ തിളച്ച വെള്ളം ഒഴിക്കാതിരിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നാമത്തെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ഏകദേശം ഒരു പാക്കറ്റ് പാലിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലുള്ള ഒരു മാവാണ് നമുക്ക് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ഇതുപോലെ കിട്ടാനായിട്ട് ഓരോ അരിപ്പൊടി അനുസരിച്ച് ചിലപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതലായി ഒഴിക്കേണ്ടതായി വന്നേക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാനായി തുടങ്ങാം. നമ്മുടെ സാധാ ദോശ പോലെ മാവ് പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓരോ തവണ ദോശ ചുട്ടെടുക്കുമ്പോഴും അരിപ്പൊടി അടിയിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം കോരി ഒഴിക്കാനായിട്ട്. ദോശ ചുട്ടെടുക്കാനായിട്ട് ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ദോശക്കല്ലിന് പകരം നോൺ സ്റ്റിക്ക് തവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഓയിലൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കല്ല് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കോരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശയ്ക്ക് കട്ടി കൂടി പോകാതിരിക്കാനായിട്ട് മാവ് ഒഴിക്കുമ്പോൾ കല്ലിൻ്റെ എല്ലായിടത്തും ഒരേ അളവിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോഴേക്കും നമ്മുടെ ദോശ പാകത്തിനൊന്ന് വെന്ത് ഒന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ദോശയുടെ സൈഡെല്ലാം കല്ലിൽ നിന്ന് തനിയെ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ദോശ പാകത്തിന് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ദോശയുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഈ ഒരളവിൽ മാവ് തയ്യാറാക്കിയാൽ 8 ദോശയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ സാധാരണ തേങ്ങ ചട്നിയോ അല്ലെങ്കിൽ മറ്റേതൊരു കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം. എന്നിട്ട് നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്